ഇതിൻ്റെ മുകളിലോട്ട് ഒരിക്കൽ കുറേ ആടുകൾ കയറിപ്പോയായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ നോക്കി വരുമ്പോഴാണ് ഈ ഒരു ഭാഗത്ത് ഒരു മ്ലാവിൻ്റെ കൊമ്പ് ഞാൻ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ അത് മാസങ്ങളായി ഞാൻ കണ്ടിട്ട്, ഇപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ അധികം തിരയേണ്ടതായിട്ടൊന്നും വന്നില്ല, അതേ സ്ഥലത്ത് തന്നെ അവിടെ കിടക്കുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൊമ്പാണിത്. അപ്പോൾ ഇതുണ്ട്, ഈ ഒരു ഭാഗത്തൂടെയൊക്കെ മ്ലാവുകൾ ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട്. അവിടെ ഇങ്ങനെ ഒരു മലഞ്ചെരുവ് പോലെയല്ലേ, അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഏതിലൊന്നും ഇങ്ങനെ പൊഴിഞ്ഞ് വീണതാണ്. ഇതിൻ്റെ മ്ലാവുകൾക്ക് അത് കുറേ ദിവസം കഴിയുമ്പോൾ പൊഴിഞ്ഞ് വീഴും. നമുക്കിതിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. നമ്മളൊരു എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മരക്കഷ്ണത്തിനേക്കാളും നമ്മൾ മാർബിളൊക്കെ പിടിക്കില്ലേ, അതേപോലത്തെ സ്ട്രോങ് ആണ്. പിന്നെ നിങ്ങൾക്കിതിൽ നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. അതാണ്ടേ ഈ ഭാഗത്തൊക്കെ എന്തോ ഇങ്ങനെ കരണ്ടതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മുള്ളം പന്നിയാണ് കേട്ടോ. മുള്ളം പന്നി കരണ്ട് തിന്നുന്നതാണ്. അപ്പോൾ ഈ മുള്ളം പന്നി ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ എല്ലുകളൊക്കെ കരണ്ട് തിന്നുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ മൃഗങ്ങളുടെ കൊമ്പുകളും ഈ മുള്ളം പന്നി കരണ്ട് തിന്നാറുണ്ട്. അപ്പോൾ ഞാൻ മാസങ്ങൾക്ക് മുമ്പാണല്ലോ ഇത് കണ്ടെന്ന് പറഞ്ഞത്. അന്ന് ഇത്രയൊന്നും കരണ്ട് തിന്നിട്ടുണ്ടായിരുന്നില്ല. അതാണ്ട് ഈ ഒരു ഭാഗം മാത്രം കുറച്ച് കരണ്ട് തിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ്ട് ഇതെല്ലാം അതിന് ശേഷം കരണ്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായിട്ട് വന്ന് ഈ മുള്ളം പന്നി ഇങ്ങനെ ഇത് കരണ്ട് തിന്നാറുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ എന്തെങ്കിലും വരുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ നല്ലൊരു ഭാഗവും മുള്ളം പന്നി കരണ്ട് തിന്നിട്ടുണ്ടാവും. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൊമ്പ് കരണ്ട് തിന്നണമെങ്കിൽ അതിൻ്റെ പല്ലിൻ്റെ ബലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു കൊമ്പ് ഇങ്ങനെ പൊഴിയാൻ ചാൻസ് ഉണ്ട്. അതായത് സ്വാഭാവികമായിട്ട് പൊഴിയാനും ചാൻസ് ഉണ്ട്, അതേപോലെ രണ്ട് മ്ലാവുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോഴും ഇതിങ്ങനെ പൊഴിയാനായിട്ട് ചാൻസ് ഉണ്ട്.